UAE നിങ്ങളുടെ കമ്പനി ഓണർക്ക് നിങ്ങൾക്ക് ഒരു നോട്ടീസ് പീരീഡ് പോലും തരാതെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. കേട്ടപ്പോൾ പേടിച്ചു പോയല്ലേ? ആസ് പെർ ദ UAE ലേബർ ലോ ഒരു കോൺട്രാക്ട് എൻഡ് ചെയ്യണമെങ്കിൽ നോട്ടീസ് പീരീഡ് 1 മാസമോ 2 മാസമോ 3 മാസമോ കൊടുക്കണം. അത് നമ്മുടെ കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തായിരിക്കും. പക്ഷേ എംപ്ലോയർക്ക് നമുക്ക് ഒരു നോട്ടീസ് പീരീഡ് പോലും തരാതെ നമ്മളെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് കാര്യം അല്ലെ കോമൺ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതെന്നുള്ളത്, നമ്മൾ എന്തെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ കൊടുത്താണ് ഈ ജോബ് നേടിയിട്ടുണ്ടെങ്കിലും അത് കമ്പനി കണ്ടെത്തിയാൽ കമ്പനിക്ക് നമ്മളെ ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ ഡ്രഗ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആൽക്കഹോളോ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ വർക്ക് പ്ലേസിൽ പോയാലും കമ്പനിക്ക് നമ്മളെ നോട്ടീസ് പീരീഡ് ഒന്നും തരാതെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ട് പ്രകാരമുള്ള ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ കമ്പനിക്ക് നമ്മളെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് കമ്പനി 1, 2, 3ാമത്തെ വാണിംഗിൽ മാത്രമേ കമ്പനിക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സേഫ്റ്റി അല്ലെ ഹസാർഡിനെ പറ്റിയുള്ള ഒത്തിരി നോട്ടിഫിക്കേഷൻ ഒക്കെ തന്നിട്ടും നമ്മൾ അതൊന്നും ഫോളോ ചെയ്യുന്നില്ല, സേഫ്റ്റി പ്രിക്കോഷൻ ഒന്നും എടുക്കുന്നില്ലെങ്കിലും കമ്പനിക്ക് നമ്മളെ ടെർമിനേറ്റ് ചെയ്യാം. അതുപോലെ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് റീസൺ കൂടെ ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളുടെ കമ്പനിയുടെ സീക്രട്ട് നമ്മൾ മറ്റ് കമ്പനിയുമായിട്ട് ഷെയർ ചെയ്താൽ അതുമൂലം കമ്പനിക്ക് ഒരു നഷ്ടം ഉണ്ടായാൽ നമുക്ക് നമ്മുടെ ജോബ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മുടെ മാനേജറോ അല്ലെ സൂപ്പർവൈസറോ ഒക്കെ ആയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുമോ അല്ലെ ഫിസിക്കൽ അസൾട്ടോ ഒക്കെ ചെയ്താലും കമ്പനിക്ക് എംപ്ലോയിയെ ടെർമിനേറ്റ് ചെയ്യാൻ, അതും നോട്ടീസ് പീരീഡ് കൊടുക്കാതെ ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെയുള്ള ഒരെണ്ണമാണ്, നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്, നമ്മൾ ഒരു ലീവ് എടുക്കുമ്പോൾ നമ്മൾ ഒരു റീസൺ ഒന്നും പറയാണ്ട് നമ്മളൊരു കൺസിക്യൂട്ടീവ് ആയിട്ട് 7 ദിവസം അടുപ്പിച്ച് ലീവ് എടുത്താൽ കമ്പനിക്ക് നമ്മളെ നോട്ടീസ് പീരീഡ് ഒന്നും കൂടാതെ ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നമ്മളാരും അത് ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു വർഷത്തിൽ 20 ദിവസം അടുപ്പിച്ചല്ലെങ്കിലും ഒരു വർഷത്തിൽ ഒരു കലണ്ടർ ഇയറിൽ 20 ദിവസം നമ്മൾ ലീവ് എടുക്കുവാണെങ്കിൽ നമ്മളെ കമ്പനിക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അത് പറയുന്നത് ലോഫുൾ ആയിട്ടുള്ള ഒരു റീസൺ ഒന്നും ഇല്ലാണ്ട് വെറുതെ ലീവ് എടുക്കുവാണെങ്കിൽ, നമ്മുടെ എക്സ്പ്ലനേഷൻ കൊടുക്കാണ്ട് വെറുതെ 20 ദിവസം ലീവ് എടുക്കുവാണെങ്കിൽ കമ്പനിക്ക് നമ്മളെ ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം നമ്മളാരും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷേ ഇത് നമുക്കൊരു നോട്ടീസ് പീരീഡ് പോലും തരാതെ നമ്മളെ കമ്പനിക്ക് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും. പക്ഷേ പണ്ടത്തെ നിയമപ്രകാരം ആർട്ടിക്കിൾ 120 ആയിരുന്നു UAE ലേബർ ലോയുടെ ഓൾഡ് നിയമപ്രകാരം. നമുക്ക് ഇങ്ങനെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാജുവിറ്റിയോ അല്ലെ അതൊന്നും കമ്പനിക്ക് തരേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ പുതിയ നിയമപ്രകാരം നമ്മളെ നോട്ടീസ് പീരീഡ് കൂടാതെ ടെർമിനേറ്റ് ചെയ്താലും കമ്പനി നമുക്ക് ഗ്രാജുവിറ്റിയും അതുപോലെ നമ്മുടെ പെൻഡിങ് ലീവ് സാലറിയും അതുപോലെ തന്നെ പെൻഡിങ് സാലറി ഒക്കെ തരണമെന്ന് നിയമമുണ്ട്. ഇതുപോലെയുള്ള UAE ലേബർ ലോയെ പറ്റിയുള്ള ഒരു സീരീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.